കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശമായ ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത്. ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കർണാടക സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്. കൂടാതെ ഒരുപാട് വനമേഖലകൾ കൂടി ഈ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വനമേഖലകളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള വിവിധ ഒത്തിരി അധികവും ഉള്ള റോഡുകളും വനപാതകളും മറ്റുമൊക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റോഡുകളിൽ പലതും പലയിടത്തും മെയിൻ ജംഗ്ഷനുകളിൽ പോലും തെരുവ് വിളക്കുകൾ ഇല്ല എന്നുള്ളതാണ്. പേരിനൊരു തെരുവ് വിളക്ക് പണ്ടേതോ ഒരു കാലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പലതും അതിൽ പ്രകാശിക്കുന്നില്ല, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് അതിൻ്റെ വെളിച്ചങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിനൊരു റിപ്പയറിംഗ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള വനപ്രദേശങ്ങൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ പരമാവധി നമ്മൾക്ക് ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പരമാവധി സ്ഥലങ്ങളിലും തെരുവ് വിളക്കുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിലുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ കാണുന്നത് കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പള്ളംകൂടി എന്ന പ്രദേശത്തിലെ 200-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന പുതിയ കണ്ടം എന്ന പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയിലുള്ള വനത്തിൽ നിന്നുള്ള വന്യജീവി ഉപദ്രവങ്ങൾ ഒരുപാട് നമ്മൾ നേരിട്ട് അനുഭവിക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ്. വീട്ടുവളപ്പിൻ്റെ അകത്തുള്ള കിണറിൻ്റെ അകത്ത് വരെ പുലി ഉണ്ടായി എന്നുള്ളതാണ്. അത് പിടികൂടുകയും അന്നൊക്കെ ഒരുപാട് വാർത്താ ശ്രദ്ധ നേടിയ ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ്. മാത്രവുമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അടുത്ത് തന്നെ അടൂർ ടൗണിനകത്ത് പുലി ഇറങ്ങി എന്നുള്ള ഒരു വാർത്തയും കൂടി നമ്മൾ കണ്ടതാണ്. അന്ന് നേരിട്ട് ഫോറസ്റ്റും വന്യജീവി വകുപ്പും ഒക്കെ നേരിട്ട് ആ രാത്രിയിൽ ഇറങ്ങി അത് നോക്കുന്ന പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഞാൻ ഇതിൻ്റെ ഒന്നിച്ച് വെക്കുന്നുണ്ട്. അതിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടൗണിൻ്റെ അകത്ത് പോലും എത്രമാത്രം തെരുവ് വിളക്കുകൾ വ്യക്തമായ രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. എന്നുള്ളത് അപ്പോൾ വനപ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് രാത്രികാലങ്ങളിലുള്ള യാത്രാ സൗകര്യങ്ങൾക്ക് പ്രത്യേകിച്ചും നമ്പർ വൺ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തെരുവിളക്ക് തന്നെയാണ്. അത് പലതും നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള പല ഭാഗത്തു നിന്നും ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് പ്രവർത്തന യോഗ്യമല്ലാത്ത ഒരുപാട് തെരുവ് വിളക്കുകൾ മാത്രമാണ്. പകലിൽ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇത്രയും എണ്ണത്തിൽ തെരുവ് വിളക്കുകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷേ രാത്രികാലങ്ങളിൽ അതിൽ എത്ര തെരുവ് വിളക്കുകൾ വ്യക്തമായിട്ട് പ്രകാശിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ രാത്രിയിൽ അന്വേഷിച്ചാലേ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രാത്രിയിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കുമ്പോൾ അതിനിടയ്ക്ക് എത്രമാത്രം ലൈറ്റ്സ് നമ്മൾക്ക് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ രാത്രിയിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഞാനും കൂടെ നേരിട്ട് ഇടപെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് MB ഫണ്ടിൽ നിന്നും ലഭിച്ച ഐമാക്സ് ലൈറ്റുകൾ. പഞ്ചായത്തിൻ്റെ കുറ്റുംബ എന്ന് പറയുന്ന വളവന്തടുക്ക വാർഡിൽപ്പെടുന്ന കുറ്റുംബ എന്ന് പറയുന്ന പ്രദേശത്തേക്കും കൂടി ഒരു ഐമാക്സ് ലൈറ്റ് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2023 സെപ്റ്റംബർ 23 കുറ്റുംബയിലെ കുറച്ച് നിവാസികളും അതേപോലെ തന്നെ ഞാനും അടക്കമുള്ള ഞങ്ങൾ നേരിട്ട് ബഹുമാനപ്പെട്ട ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മുമ്പാകെ നിവേദനം സമർപ്പിച്ചിട്ടുള്ളതാണ്. കാര്യം, അന്ന് ഞങ്ങൾ പ്രസിഡന്റിനോട് പറഞ്ഞത് ഐമാക്സ് ലൈറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അത് അടിയന്തരമായിട്ട് സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ വളവന്തടുക്ക വാർഡിൽപ്പെടുന്ന വിവിധ പ്രദേശങ്ങളിലുള്ള ഏറ്റവും അത്യാവശ്യമായി നൽകേണ്ട ചില സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റ്സാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് വാക്ക് തന്നതാണ് അടുത്ത 20 ദിവസത്തിനുള്ളിൽ വ്യക്തമായിട്ട് ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തുപെടുന്ന വളവന്തടുക്ക വാർഡിലുള്ള ഈ തെരുവ് വിളക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ വ്യക്തമായി പഠിക്കുകയും അടിയന്തരമായിട്ട് അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നും കൂടി ഞങ്ങളോട് പ്രസിഡന്റ് ഉറപ്പ് തന്നതും കൂടിയായിരുന്നു. അതിനുശേഷം നാളിതുവരെയായിട്ടും ഏകദേശം 2 വർഷത്തോളമായിട്ടും അതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഒരുപാട് ഈ പ്രദേശത്തുള്ള കുട്ടികളൊക്കെയും ഒരുപാട് പുറത്താണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്ത് നല്ലൊരു കോളേജില്ല,
നല്ലൊരു സ്ഥാപനങ്ങളോ പഠിക്കാൻ ട്യൂഷൻ സെൻ്ററുകളോ അങ്ങനെ ഒന്നും തന്നെയില്ല. നമ്മുടെ കുട്ടികൾ എങ്ങനെ പോയാലും ഒരു 10-40 കിലോമീറ്ററെങ്കിലും പുറത്തേക്ക് സഞ്ചരിച്ചിട്ടാണ് കോളേജിലും മറ്റ് സ്ഥാപനങ്ങളിലും പഠിച്ചും ജോലി ചെയ്തും തിരിച്ചു വരുന്നത്. അവരൊക്കെ വീണ്ടും വീട്ടിലേക്ക് രാത്രി കാലങ്ങളിൽ തിരിച്ചു വരുമ്പോൾ വ്യക്തമായിട്ടും നമ്മുടെ ഭരണകൂടം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രദേശത്തുള്ളവർ ഒന്ന് ടൗണിൽ പോയി വരാനോ അല്ലെങ്കിൽ ജോലി ചെയ്തു വരാനോ കോളേജിൽ പോയി നമ്മുടെ കുട്ടികൾ തിരിച്ചു വരാനോ ഏറ്റവും കുറഞ്ഞ 40 കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കണം എന്നുള്ളതാണ്. അവരെങ്ങനെ ഓടിപ്പിടിച്ച് എത്തിയാലും ഇരുണ്ട വെളിച്ചത്തിൽ അരണ്ട വെളിച്ചത്തിലാണ് അവരവസാനം ബസ്സിറങ്ങി നടന്നു വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഭയാനകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് വന്യജീവികൾ ആ സമയങ്ങളിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ്. വന്യജീവികളെ ഒരു പരിധിവരെ നമ്മൾക്ക് തടയാൻ സാധിക്കുന്നില്ല എങ്കിലും പക്ഷേ നമ്മുടെ തെരുവുകൾ, റോഡുകൾ അല്ലെങ്കിൽ നമ്മുടെ സഞ്ചാരയോഗ്യമായ മറ്റു സാഹചര്യങ്ങളിൽ തെരുവ് വിളക്കുകൾ എങ്കിലും സ്ഥാപിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും ഒരു തരത്തിലെങ്കിലും നമ്മൾക്ക് അപകടങ്ങളെ നമ്മൾക്ക് മുൻകൂട്ടി കാണാനും പഠിക്കാനും അതിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് അടിയന്തരമായിട്ട് തെരുവ് വിളക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണകൂടം പഠിക്കുകയും അതിന് വ്യക്തമായ രീതിയിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു തീരുമാനങ്ങൾ കണ്ടെത്തുകയും വ്യക്തമായ അല്ലെങ്കിൽ അടിയന്തരമായിട്ട് സ്ഥാപിക്കപ്പെടേണ്ട സ്ഥലങ്ങളെ പോയിന്റുകൾ അതാത് വാർഡുകളുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമസഭകളിലൂടെ ഉന്നയിച്ചെങ്കിലും ഞങ്ങൾക്കത് അനുവദിച്ചു തരണമെന്ന് വളരെയധികം താഴ്മയോടെയാണ് പഞ്ചായത്ത് ഭരണകൂടത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ വെക്കുന്ന നിർദ്ദേശം.